കോഴിക്കോട് താമരശ്ശേരിയിൽ ഫെയർവെൽ പാർട്ടിക്കിടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ 10ാം ക്ലാസ്സുകാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസാണ് മരിച്ചത്. ചേതൻ സാജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ചേതൻ, 12:30 മരണം സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. ആര്യ, താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ താമരശ്ശേരി ചുങ്കം സ്വദേശിയും 10ാം ക്ലാസ്സുകാരനുമായ മുഹമ്മദ് ഷഹബാസ് ആണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. രാത്രി ഏകദേശം 12:30 മരണം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അതുപോലെ തന്നെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടന്ന പിതാവിന്റെ വാദം തെളിയിക്കുന്ന വിവരങ്ങളും ഇൻസ്റ്റാഗ്രാം ചാറ്റിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് സംഭവം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഈ താമരശ്ശേരിയിലെ ട്യൂഷൻ ക്ലാസ്സിലെ ഫെയർവെൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്നു. ഈ ഫെയർവെല്ലിൽ ഈ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെയും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഈ MJ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കപ്പിൾ ഡാൻസ് ചെയ്തപ്പോൾ പാട്ട് മൊബൈലിലാണ് പ്ലേ ചെയ്തത്. ഡാൻസിന്റെ ഇടയ്ക്ക് വെച്ച് പാട്ട് ഓഫായി. അപ്പോൾ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിച്ചു. ഇത് അക്രമത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ ട്യൂഷൻ സെന്ററിലെ അധ്യാപകന്മാർ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. ശേഷം ഇവർ ഈ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി അക്രമത്തിന് ആലോചിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച തിരിച്ചടിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇരു വിദ്യാർത്ഥികളും തമ്മിൽ ചേരിതിരിഞ്ഞ് വാക്കേറ്റവും ഉണ്ടായത്. ഈ വാക്കേറ്റത്തിനിടയിലാണ് മുഹമ്മദ് ഷഹബാസിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. പക്ഷെ ഈ മർദ്ദനത്തിന് ശേഷം വീട്ടിലെത്തി കുഴഞ്ഞു വീണപ്പോഴാണ് ഈ തലയ്ക്ക് ഇത്തരം ക്ഷതമേറ്റതായി മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞത്. ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ച ശേഷം പിന്നീട് വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് 12:30 മരണം സംഭവിച്ചത്. ചേതൻ, നോക്കൂ, ഇത്തരത്തിൽ നിസ്സാരമായ ഒരു കാര്യത്തിന്റെ പേരിൽ ഉണ്ടായ സംഘർഷമാണ് ഒരു കുട്ടിയുടെ മരണത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ നിലവിൽ 5 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിലുള്ളത്. ക്രൂരമായ മർദ്ദനം തന്നെയായിരിക്കണം ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കേണ്ടത്. കാരണം ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതും അത് തന്നെയായിരിക്കാം. നിലവിൽ ഈ 5 വിദ്യാർത്ഥികൾ മാത്രമാണോ ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ആര്യ, ഈ വ്യാഴാഴ്ച വൈകിട്ടോട് ആണ് ഈ സംഭവം നടക്കുന്നത്. തുടക്കത്തിൽ വിചാരിച്ചത് ഇതൊരു ഈ മർദ്ദത്തിന് ശേഷം ഈ ഷഹബാസ് വീട്ടിലേക്ക് ചെല്ലുകയും ഈ ഷഹബാസ് ബോധരഹിതനായി കാണുമ്പോൾ തുടക്കത്തിൽ മാതാപിതാക്കളൊക്കെ വിചാരിച്ചത് ഇദ്ദേഹം എന്തോ ലഹരി വസ്തു ഉപയോഗിച്ച് ബോധം കെട്ടതാണെന്നാണ്. പക്ഷെ പിന്നീടാണ് സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് മാതാപിതാക്കൾക്ക് മനസ്സിലായത് ഇയാൾക്ക് ഗുരുതരമായി തലക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇങ്ങനെ ട്യൂഷൻ ക്ലാസ്സിന് സമീപം വാക്കേറ്റവും കയ്യാങ്കളിയും മാതാപിതാക്കൾ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഉടനെ തന്നെ ഇയാളെ സമീപത്തുള്ള താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലൊക്കെ പ്രവേശിക്കുകയായിരുന്നു. ഈ സംഭവത്തിലാണ് താമരശ്ശേരി പോലീസ് കേസെടുത്ത് 5ഓളം പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇന്നലെ നമ്മൾ കൈരളിയുടെ വാർത്താ സംഘം ഈ ഷഹബാസിന്റെ പിതാവിനെ കണ്ടിരുന്നു. അപ്പോൾ ഷഹബാസിന്റെ പിതാവ് പറഞ്ഞത് പുറത്തു നിന്നുള്ള ആൾക്കാർ കൂടി ഈ കയ്യാങ്കളിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരോപണമാണ് ഈ ഷഹബാസിന്റെ പിതാവ് ഉന്നയിച്ചത്. ഏതായാലും കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്ന് ആരെങ്കിലും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, ഈ മർദ്ദനത്തിൽ പങ്കു ചേർന്നിട്ടുള്ള കാര്യങ്ങളടക്കം പോലീസ് ഇനി പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായും പിതാവിന്റെ വാക്കുകളെ തള്ളിക്കളയാൻ സാധിക്കില്ല ചേതൻ. കാരണം ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിക്കാൻ മാത്രം ക്രൂരമായ മർദ്ദനം മറ്റു വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ അതിൽ പുറത്തു നിന്നുള്ളവരുടെ സാന്നിധ്യം കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പിതാവിന്റെ വാക്കുകളെ സാധൂകരിക്കുന്ന ഇൻസ്റ്റഗ്രാം സന്ദേശങ്ങളും ഈ നിമിഷം പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലണമെന്ന വ്യക്തമായ ധാരണ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു. അതെ, അത്തരത്തിൽ ഈ ഞായറാഴ്ച ആണ് ഈ സംഭവങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞതിലും ശേഷമാണ്
ഈ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് രൂപീകരിക്കുന്നത്. ഇതിലാണ് തിരിച്ചടിക്കണമെന്നുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും, അവന്റെ കണ്ണൊന്ന് പോയി നോക്കൂ എന്നൊക്കെ പറഞ്ഞുള്ള ആക്രോശ വിളികളൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. ഇതിന്റെ അടക്കമുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും ഈ ഗ്രൂപ്പിൽ ഒരു വിദ്യാർത്ഥി പറഞ്ഞിരിക്കുന്നത്, കൂട്ടത്തല്ലിൽ മരിച്ചാൽ കുഴപ്പമില്ല, പോലീസ് കേസെടുക്കില്ല എന്നും പറയുന്ന ശബ്ദ സന്ദേശങ്ങൾ അടക്കിയ സന്ദേശങ്ങൾ അടങ്ങിയ വിവരങ്ങൾ, ചാറ്റ് ഹിസ്റ്ററിയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രതികളുടെ അക്രമവാസന തന്നെയാണ്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി, അതായത് ഈ അക്രമത്തിൽ മരിച്ചാലും തങ്ങൾക്ക് കുഴപ്പമില്ല, പോലീസ് കേസെടുക്കില്ല എന്നുള്ള ധാരണയിലായിരുന്നു ഇവരൊക്കെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ എത്രത്തോളം ഇവർ ഈ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന് വേണം നമുക്ക് ഇതിൽ എടുത്തു കാണിക്കാൻ. ഏതായാലും നിലവിൽ ഇപ്പോൾ 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇന്നും അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയും കൂടിയുണ്ട്. അതുപോലെ തന്നെ പ്രതികളിൽ ഏറെയും 18 വയസ്സിന് താഴെയുള്ളവരാണ്. ജൂനിയർ ജസ്റ്റിസ് നിയമപ്രകാരമാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജൂനിയർ ജസ്റ്റിസ് നിയമപ്രകാരം കേസെടുത്തതിനാൽ പ്രതികളുടെ പേര് വിവരങ്ങളൊക്കെ പുറത്തു പറയുന്നതിൽ ചില പരിമിതികളൊക്കെ ഉണ്ട്. ഏതായാലും കൂടുതൽ പേരെ കസ്റ്റഡിയിൽ എടുക്കാൻ ആണ് പോലീസ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. ആര്യ, ഈ ട്യൂഷൻ സെന്ററിനകത്ത് വെച്ചായിരുന്നു ഇത്തരത്തിലൊരു മർദ്ദനമുണ്ടായത്? 2 ഘട്ടമായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഒന്ന്, ആദ്യ സംഭവം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടി. ഈ ഫെയർവെൽ പാർട്ടിയിലാണ് ഇത്തരത്തിൽ മൊബൈലിൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നതിനിടെ മൊബൈലിലെ പാട്ട് ഓഫായി പോവുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിക്കുന്നത്. ഇതാണ് ആദ്യ അക്രമത്തിലേക്ക് കലാശിച്ചത്. അപ്പോൾ പക്ഷേ ട്യൂഷൻ സെന്ററിൽ അധ്യാപകർ ഉണ്ടായിരുന്നാൽ അവർ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. പിന്നീടാണ് ഈ ഷഹബാസിന്റെ മരണത്തിലേക്കുള്ള നയിച്ച അക്രമം ഉണ്ടാകുന്നത്. അത് നടന്നത് ഈ വ്യാഴാഴ്ച വൈകിട്ടോടു കൂടിയാണ്. അത് ട്യൂഷൻ സെന്ററിന്റെ സമീപത്താണ്. ഈ അക്രമം നടക്കുമ്പോഴുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ഈ ഷഹബാസിന് മറ്റു പരിക്കുകളില്ല എന്ന് കണ്ടെത്തി വീട്ടിലേക്ക് സുഹൃത്തുക്കൾ വിടുകയായിരുന്നു. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ തളർന്നു വീഴുകയും വീട്ടുകാർ തുടക്കത്തിലൊക്കെ വിചാരിച്ചത് ഇദ്ദേഹം എന്തോ ലഹരി വസ്തു ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ്. പിന്നീടാണ് മാതാപിതാക്കൾ മനസ്സിലാക്കുന്നത് ഇത്തരം ട്യൂഷൻ സെന്ററിൽ കയ്യേറ്റമൊക്കെ നടന്നിട്ടുണ്ടെന്ന്. ഇതിന്റെ ഭാഗമായിട്ടാണ് തന്റെ മകന് പരിക്കേറ്റെന്ന്. ഉടൻ തന്നെ ഷഹബാസിനെ മാതാപിതാക്കൾ ഈ സമീപത്തുള്ള താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകുകയായിരുന്നു. പിന്നീടാണ് കൂടുതൽ വിദഗ്ധ ചികിത്സ വേണ്ടതുള്ളതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 12:30 ഈ ഷഹബാസിന്റെ മരണവും സംഭവിക്കുന്നത്. ആര്യ.